സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക്. ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം ജില്ലാ കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തു. പരാതിക്കാരിക്കെതിരെ 3 തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ അധിക്ഷേപ പരാതിയിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR തടസ്സമല്ലെന്നും BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ലെന്നും കമ്മീഷൻ. ഹർജികൾ നാളെ പരിഗണിക്കും. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും KM എബ്രഹാമിനും ED നോട്ടീസ്. ഭൂമി വാങ്ങിയതിൽ ചട്ടലംഘനമെന്ന് ED. നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാകേണ്ട. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫെമ ചട്ടലംഘനമെന്ന് ED. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം. നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകൾക്കുള്ള സ്ഥലമാണ് പാർലമെന്റ് എന്ന് പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അസ്വസ്ഥതകൾ തീർക്കാനുള്ള സ്ഥലമല്ലെന്നും മോദി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് പ്രിയങ്ക ഗാന്ധി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. തനിക്കൊറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജി.